ആ സാർ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. ദാ ചായ. ഞാൻ നിന്നെ ചായ ചോദിച്ചായിരുന്നോ? ഊവ്, മറന്നുപോയോ? ചോദിച്ചു. നീ പൊക്കോ 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 പൊയ്ക്കോ. എന്തു വേണോ? സാറിനിതെന്താ പറ്റിയേ? എടോ പിള്ളേ, എവിടെയായിരുന്നു? തന്നെ കാണാത്തോണ്ടേ വല്ലാത്തൊരു പരിഭ്രമായിരുന്നു. അല്ല, ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ സാറിന് ചായ കൊടുക്കാൻ വന്നതാ. അത് കൊടുത്തില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പിള്ളച്ചേട്ടൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? നീ വെറുതെ രാഘവൻ സാറിനോട് അതൊന്നും പറഞ്ഞു നിൽക്കാതെ പോയി എന്തെങ്കിലും ജോലി നോക്കിയേ. ചെല്ലേ. ഷെടാ, ഇത് നല്ല കൂത്ത്. ഒരു കാര്യസ്ഥൻ വന്നിരിക്കുന്നു. അതെ, വളരെ രഹസ്യമായി ചെയ്ത കാര്യങ്ങളാ. സാറായിട്ട് ഇത് പാട്ടാക്കൂ. എന്നാലും ഒരു ടെൻഷൻ ഇല്ലല്ലോ. സാറ് ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്നതായിരിക്കണം നമ്മുടെ അവസ്ഥ. പറഞ്ഞു കേട്ടല്ലോ. കേട്ടു. അത് ഇനിയിപ്പോ ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇല്ല. നമുക്ക് അകത്തോട്ടിരിക്കാം. പിള്ളേ, എന്റെ ഒരു മനസ്സമാനത്തോട് ചോദിക്കുവാ, താനാ കൊച്ചിനെ എന്തോടെ ചെയ്തേ? എന്റെ പൊന്നു സാറെ, ഒന്ന് മെല്ലെ പറ. സാറ് പേടിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ അതിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടാ ഏൽപ്പിച്ചിരിക്കുന്നേ? എന്റെ പൊന്നു സാറ് ഒന്ന് മെല്ലെ പറ. സാറ് പേടിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ അതിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടാ ഏൽപ്പിച്ചിരിക്കുന്നേ? ഷടാ, ഇത് വലിയ കഷ്ടമല്ലോ. ഒന്നും മിണ്ടാതിരിക്കും സാറേ, അതൊക്കെ സേഫാ. അതെ, നമ്മൾ ഇങ്ങനെ എപ്പോഴും ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലേ ആർക്കെങ്കിലുമൊക്കെ സംശയം തോന്നൂന്നേ. അതൊന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ ആ കൊച്ചവിടെ അയാള് ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. സാറേ, ഇനി എന്നോട് അതേക്കുറിച്ച് ചോദിക്കരുത്, ഞാൻ പറഞ്ഞു തരില്ല. കുഞ്ഞിനെ ഞാൻ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളില്ലാത്ത ഒരു കുടുംബത്തെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക. അവരതിനെ പൊന്നുപോലെ നോക്കുന്നത് കണ്ടിട്ടാണ് ഞാനീ പോകുന്നത്. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ സാറേ. എടോ, ഈ കുഞ്ഞവിടെ നിൽക്കുമ്പോഴേ അവർക്കും പ്രശ്നം എടുത്തില്ലയോ? രാശോഷമുള്ള കുഞ്ഞില്ലേ ഇത്? അങ്ങനെ സംഭവിച്ച അവരതിന് പ്രതിവിധി കണ്ടോളും. അതാലോചിച്ച് നമ്മളെ തന്നെ തല പുണ്ണാക്കുന്നേ. അതും ശരിയാ, എവിടെയെങ്കിലും ജീവിക്കട്ടെ.